ലിസബത്ത് വെല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് സ്ട്രോബെറി പിക്കിംഗ് ആണ്. ഞങ്ങൾ 2 ഫാം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ കാണിക്കുന്നത് സൗത്ത് ജർമ്മനിയിൽ ഉൽം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഫാമാണ്. ഉൽം എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് പല പ്രത്യേകതകളുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചത് ഇവിടെയാണ്. പിന്നെ വേൾഡിലെ തന്നെ ടോളസ്റ്റ് ചർച്ചുള്ളതും ഇവിടെയാണ്. അതിന് ഉൽ മിൻസ്റ്റർ എന്നാണ് പറയുന്നത്. ഈ ചർച്ചിൻ്റെ ഹൈറ്റ് 161.53 മീറ്ററാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഫാമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫാം ഒരു ജർമ്മൻകാരൻ്റെ ഫാമാട്ടോ. അപ്പോൾ ഇത് ഓർഗാനിക് ഫാമാണ്. ഫാമൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു ടൈം ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ വേണം നമ്മൾ വരേണ്ടത്. അതുപോലെ ആഫ്റ്റർനൂണിലാണെങ്കിൽ ഈ സ്ട്രോബെറി പറിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ഈ സ്ട്രോബെറിയുടെ ശരിക്കുള്ള സീസൺ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വരുവാണെങ്കിൽ ധാരാളം സ്ട്രോബെറി ഉണ്ടാവും. അതുപോലെ പല വെറൈറ്റിയിലുള്ള സ്ട്രോബെറി നമുക്ക് പറിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറിക്കാനായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാസ്ക്കറ്റ് അവർ തരും. പല വലിപ്പത്തിലുള്ള ബാസ്ക്കറ്റുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബാസ്ക്കറ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും സ്ട്രോബെറി പറിച്ചെടുക്കാം. ഇവിടെ ഏക്കർ കണക്കിനാട്ടോ ഈ സ്ട്രോബെറി കൃഷിയുള്ളത്. ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ തോന്നും ഇതിലൊന്നും ഒരു സ്ട്രോബെറി പോലും ഇല്ലല്ലോ എന്ന്. പക്ഷേ ആ ഇലയൊക്കെ അങ്ങ് മാറ്റി നോക്കുമ്പോഴാണ് സ്ട്രോബെറി നല്ല പഴുത്ത് കിടക്കണം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഈ തറയിൽ കൃഷി ചെയ്തിരിക്കുന്നതുകൊണ്ട് മറ്റേ അഴുക്കൊന്നും പറ്റാതിരിക്കാനായിട്ട് ഇങ്ങനെ കച്ചി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ട്രോബെറിയിൽ യാതൊരു അഴുക്കും ഒന്നുമില്ല. അതുപോലെ ഒന്നും അഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇവർ ഈ ഇലയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പഴുത്ത് തുടങ്ങുന്ന സമയത്തൊക്കെ ഇലയെല്ലാം പറിച്ചു മാറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അഴുകിയ ഇലകളോ അല്ലെങ്കിൽ സ്ട്രോബെറി ഒന്നും ഇതിൽ കാണാൻ പറ്റില്ല. പിന്നെ ഈ ഇലയൊക്കെ ഇങ്ങനെ പറിച്ച് കളഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം സ്ട്രോബെറികളുണ്ടാവും. അപ്പോൾ സൺലൈറ്റൊക്കെ കൂടുതൽ അടിക്കുമ്പോൾ കൂടുതൽ സ്ട്രോബെറിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ചെറുതായിട്ട് കേടാകുമ്പോൾ തന്നെ ഇലകളെല്ലാം പറിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം സ്ട്രോബെറിയൊക്കെ പറിച്ചെടുത്തു. പിന്നെ ഇതിൻ്റെ വെയിറ്റ് നോക്കും. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പേ ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ സ്ട്രോബെറി ഫാമുണ്ട്. ധാരാളം സ്ട്രോബെറിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതുപോലെയുള്ള പ്രൈസൊന്നും കൊടുക്കണ്ട, ചെറുതായിട്ട് കൊടുത്താൽ മതി. ഇപ്പം സ്ട്രോബെറി എല്ലാം പറിച്ച് ഞങ്ങൾ തിരിച്ച് ഈ ഫാമിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ജർമ്മനിയിലെ ഫാമിലെ കാഴ്ചകൾ. ഇനി വേറൊരു ഫാം ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അത് കാണിച്ചു തരാം. ഞങ്ങൾ മലേഷ്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊലാലംപൂരിലൊരു സ്ട്രോബെറി ഫാമുണ്ട്. അത് ജെൻഡിങ് ഹൈലാൻഡിലാണ്. ഇതൊരു ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ ശരിക്കും മലേഷ്യയിൽ അങ്ങനെ ഒരു സ്ട്രോബെറി ഫാമിംഗ് ഒന്നുമില്ല. പിന്നെ ഈ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് അവരിങ്ങനെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ കൃഷി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലുള്ള പോലെയൊന്നും അത്രയും സ്ട്രോബെറി ഒന്നും ഇവിടെ കാണാൻ വഴിയില്ല. ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ വരുന്നവരെല്ലാം ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും നമുക്കിതിന് ഉൾവശത്തൊന്ന് കയറി കാണാം. അപ്പോൾ എന്നാലേ അറിയാൻ പറ്റുള്ളൂ ഇവിടെ സ്ട്രോബെറി ഉണ്ടോ എന്തോരം ഉണ്ടെന്നൊക്കെ. എന്തായാലും ഇനി ഉള്ളിലേക്ക് കിടക്കാം. ഇപ്പോൾ കയറി വരുമ്പോഴേ നിറച്ച് പൂക്കളാണ് ഇവിടെ കാണുന്നത്. സ്ട്രോബെറി ഒന്നും ഇവിടെ കാണുന്നു പോലുമില്ല കേട്ടോ. എന്തായാലും പോയി നോക്കാം എങ്ങനെയാണ് സ്ട്രോബെറി എന്നുള്ളതൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. എന്തായാലും കയറി വരുമ്പോൾ കാണുന്ന പൂക്കൾ ഭയങ്കര ഭംഗിയാട്ടോ. നല്ല രസമുണ്ട് പൂക്കൾ കാണാനായിട്ട്. ഇതാണ് ഇവിടുത്തെ സ്ട്രോബെറി ഫാം. ഇതിലങ്ങനെ ഒത്തിരി സ്ട്രോബെറി ഒന്നും കിടപ്പില്ല കേട്ടോ, കുറച്ചൊക്കെ ഉള്ളൂ. എന്തായാലും അപ്പോൾ ഞങ്ങൾ ഉള്ളത് പറിച്ചെടുക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ ജർമ്മനിയിൽ കണ്ടതുപോലെയല്ല. ഇവിടെ വെർട്ടിക്കൽ ഫാമിംഗ് ആണ്.
ഇത്രയും സ്ട്രോബെറിയാണ് ഞങ്ങളിവിടുന്ന് പറിച്ചത്. ഇനി ഇതിൻ്റെ വെയിറ്റ് നോക്കണം. ഇനി അതിനനുസരിച്ചുള്ള പ്രൈസും നമ്മൾ കൊടുക്കണം. ജർമ്മനിയിലൊക്കെ ഒത്തിരി ഫാം ഉള്ളതുകൊണ്ട് നമ്മൾ നിസ്സാര പ്രൈസ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പുറത്തുനിന്ന് വാങ്ങുന്നതിൽ കൂടുതൽ പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് പറിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളിവിടെ വന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഫാമിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ ഫാമിലെ കാഴ്ചകൾ എന്ന് പറയാൻ. ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ കാണാനുള്ള കുറച്ച് പൂക്കളൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഈ കാണുന്നത് ചൈനീസ് ബോൾസുമാണ്. അതും ഇങ്ങനെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വാടാമുല്ല എന്ന് പറയത്തില്ലേ, ആ ചെടികളാണ് ഇവിടെ കുറേ ഏരിയയിൽ. അതിനോട് ചേർന്ന് തന്നെ ഒരു റോസ് ഗാർഡനും ഉണ്ട്. അപ്പോൾ അവിടെയും ധാരാളം റോസാപ്പൂക്കളുണ്ട്. പല കളറിലുള്ള പൂക്കളാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു കുരങ്ങ് വാലൻ ചെടി എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ പൂ കണ്ടിട്ട്. പക്ഷേ അതിൻ്റെ ഇലയിലും വ്യത്യാസമുണ്ട്. അതുപോലെ ആ പൂവിനും നീളവും കുറവാണ്. പിന്നെ കുറേ ഏരിയയിൽ ജർബറയുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.